ജബൽപൂർ മലയാളി ഫാദർ ഡേവിസ് ജോർജിന്റെ വസതി റവന്യൂ മന്ത്രി കെ രാജൻ സന്ദർശിച്ചു. തൃശ്ശൂരിലെ നിയമസഭാംഗം അഡ്വക്കേറ്റ് ബാലചന്ദ്രനൊപ്പമാണ് രാജൻ ഈ വീട് സന്ദർശിച്ചത്. തത്സമയ വിവരങ്ങളുമായി നമുക്കൊപ്പം തൃശ്ശൂരിലെ ഞങ്ങളുടെ പ്രതിനിധി സൂരജ് സജി ചേരുകയാണ്. സൂരജ്, ഗുഡ് മോർണിംഗ്. യു ആർ വെൽക്കം ടു കടലുണ്ടി ആൻഡ് ചാലിയം ഇൻ ബിറ്റ്വീൻ. തൃശങ്കുവിലാണ് നമ്മൾ. പറയൂ. എസ്കെൻ, ഗുഡ് മോർണിംഗ്. നമ്മൾ നിൽക്കുന്നത് ജബൽപൂരിൽ ആക്രമണത്തിനിരയായ ഫാദർ ഡേവിസ് ജോർജിന്റെ വസതിയിലാണ്. അല്പം മുമ്പാണ് മന്ത്രി കെ രാജൻ ഇവിടെ എത്തി സംസ്ഥാന സർക്കാരിന്റെ പിന്തുണയെല്ലാം അറിയിച്ചത്. ഒപ്പം തൃശ്ശൂരിലെ MLA ആയിട്ടുള്ള പി ബാലചന്ദ്രനും ഉണ്ടായിരുന്നു. അതിൽ പ്രധാനമായും അറിയിച്ചത് സംസ്ഥാന സർക്കാർ ഈ വിഷയത്തിൽ എല്ലാവിധ പിന്തുണയും ഈ കുടുംബത്തിന് നൽകുകയാണ്. അതോടൊപ്പം തന്നെ സംസ്ഥാന സർക്കാർ ഇതിനു വേണ്ട നടപടികൾ സർക്കാർ തലത്തിൽ തന്നെ സ്വീകരിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ കുടുംബത്തെ സംബന്ധിച്ച് പറയുന്നത് ഇതിൽ കേസെടുത്തെങ്കിൽ പോലും വലിയ ആശങ്ക നിലനിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നത് ഈ ഡേവിസ് ജോർജിന്റെ സഹോദരനാണ്. എന്താണ് നിലവിൽ നമുക്ക് ഏറ്റവും അവസാനമായി കിട്ടിയ വിവരം? ഇപ്പൊ ലാസ്റ്റ് ആയിട്ട് പറയുകയാണെങ്കിൽ ഇന്നലെ ഫയർ ഇട്ടു എന്നാണ് മനസ്സിലായത്. കണ്ട് അറിയുന്ന ആൾക്കാരാണെന്നാണ് അവർ പറയുന്നത് മനസ്സിലായത്. എനിക്ക് ഹിന്ദിയിലാണ് അവർ പറയുന്നത്, മുഴുവൻ എനിക്ക് പറയാൻ ധൈര്യം പോരാ. ഫാദറായിട്ട് സംസാരിച്ചു. അപ്പോൾ എഫ്ഐആർ ഇട്ടുണ്ടെന്ന് പറഞ്ഞു. ആൾക്ക് സംസാരിക്കാൻ ഇപ്പോൾ ഒരു സൂര്യാത്ത ആള് വലിയ കാര്യങ്ങൾ അധികം സംസാരിക്കുന്നില്ല. എത്ര പേരാണ് പ്രതികൾ എന്നാണ് പറഞ്ഞത്? അത് പറഞ്ഞിട്ടുണ്ട്. അതിൽ നമുക്ക് ഹിന്ദിയിൽ പറഞ്ഞത് നമുക്ക് മനസ്സിലായിട്ടില്ല. കുടുംബത്തെ സംബന്ധിച്ച് നിലവിൽ ആശങ്കയുണ്ടോ? എന്താ അപ്പോൾ ആശങ്കയാണ് നമുക്ക്. ഇനിയിപ്പോൾ ഒരു തോക്കെടുത്ത് വെടി വെച്ചാൽ പെട്ടെന്ന് കഴിയാവുന്ന കാര്യങ്ങളായില്ലേ. ഇത് പല സ്ഥലത്തും പലതും നടക്കണതല്ലേ. ദുഃഖവെള്ളി പ്രാർത്ഥനകളൊക്കെ ആരംഭിക്കാനിരിക്കുകയാണ്. ഇതിപ്പോൾ 14 അവിടെ 7 സ്ഥലത്ത് പള്ളിയിൽ ദർശനം നടത്താൻ, നമ്മുടെ അവിടെ പള്ളി എന്ന് പറഞ്ഞാൽ 5 കിലോമീറ്ററിൽ ഒരു പള്ളിയുണ്ട്. അവിടെ 200 കിലോമീറ്റർ കഴിഞ്ഞാലാണ് ഒരു പള്ളി. അപ്പോൾ ആ പള്ളിയിലത്തെ ആൾക്കാരാണ് ഈ വന്ന് ഈ സന്ദർശനം നടത്തി പോയത്. അവരാണ് ഈ ആക്രമിക്കപ്പെട്ടത്. കേസെടുത്തെങ്കിൽ പോലും ഇനിയും ആക്രമിക്കപ്പെടാനുള്ള സാധ്യതകൾ കൂടുള്ളൂ. കൂടും, വൈരാഗ്യം കൂടുതലോ. എന്തായാലും എസ്കേൻ, ഇത് തന്നെയാണ്. കുടുംബത്തെ സംബന്ധിച്ച് വലിയ ആശങ്കകളുണ്ട്. സ്വാഭാവികമായും കേസെടുത്തിട്ടുണ്ട്, അത് ആശ്വാസകരമാണ്. പക്ഷേ ഇനിയും ആക്രമണത്തിനുള്ള സാധ്യതകളുണ്ട്. ആ തരം ആശങ്കകൾ കുടുംബം പങ്കുവയ്ക്കുകയാണ്. സംസ്ഥാന സർക്കാരിന്റെ പ്രതിനിധിയായി എത്തിയ കെ രാജനും പി ബാലചന്ദ്രനും എല്ലാവിധ പിന്തുണയും കുടുംബത്തിന് പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. എസ്കേ.